ഇന്നൊരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഞാനൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം ഇതെങ്ങനെയാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കപ്പ പുഴുങ്ങിയതായിരുന്നേ. അപ്പം ചെറുതായിട്ടൊരു വേവൊക്കെ കുറഞ്ഞു വന്ന കപ്പ ഞാൻ എന്നിട്ട് ചെറിയ ഇതുപോലത്തെ ഒരു പീസായിട്ട് അരിഞ്ഞെടുത്തേ. അന്ന് നല്ല മഴയുള്ള സമയമാണ്, നമുക്ക് വെയിലത്ത് വെച്ചൊന്നും ഉണക്കാൻ പറ്റുകയില്ലായിരുന്നേ. ഞാനത് അടുപ്പിൻ്റെ നമ്മൾ വിറകടുപ്പുണ്ടല്ലോ, അതിൻ്റെ പാതകത്തിലിട്ട് ഇതൊന്ന് ഉണക്കിയെടുത്താണ്. ഉണ്ടോ ഈ സൗണ്ട് കേട്ടോ. പിന്നെ അതിന് വേണ്ട ചേരുവകൾ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി തേങ്ങ ചിരകിയതും ശർക്കര ചിരകിയതുമാണ്. ഇത്രയും മതിയേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ചൂടായിട്ടുണ്ടേ. നമുക്ക് ഈ കപ്പയുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ. ഇപ്പം ഇതുണ്ടോന്നേ ആയിട്ടുണ്ടേ. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. പിന്നെ മൊരാന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയേ. നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാവേ. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാവേ. ഒപ്പം ആ തേങ്ങയും ശർക്കരയും കൂടെ ചേർക്കണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. ഞാൻ പൊടിച്ചെടുത്തോണ്ട് വന്നതാണ് നമ്മുടെ തേങ്ങയും ശർക്കരയും പിന്നെ കപ്പ ആ വറുത്തതും കൂടെ ഇത് പൊടിച്ചെടുത്തോണ്ട് വന്നേക്കുന്നത് കേട്ടോ. ഇത് ചൂടോടെ തന്നെ ഉരുട്ടണേ. കണ്ടോ, നല്ല രുചിയാണ് കേട്ടോ. ഇത് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട വീട്ടിൽ എപ്പോഴേലും കപ്പ മേടിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ മിച്ചം വരുമല്ലോ, അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ട് ഉണക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ വിറകടുപ്പൊക്കെ ഇല്ലേ, അതിൻ്റെ പാത്രത്തിലിട്ട് ഉണക്കി എടുത്ത് വെച്ചാൽ മതിയേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.